ബഹുമാനായിട്ടുള്ള ശ്രീ കുറുക്കോളി മൊയ്തീൻ, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സർ, കേരള പഞ്ചായത്ത് കെട്ടിട നിർമ്മാണ ചട്ടം പരിഷ്കരിച്ചതിലൂടെ സാധാരണക്കാരായ ആളുകൾക്ക് വീട് വെക്കാനുണ്ടായിട്ടുള്ള പ്രയാസം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. 3 സെൻറ്റിന് താഴെ ഭൂമിയിൽ വീട് വെക്കുമ്പോൾ മുന്നിൽ 2 മീറ്ററും പിന്നിൽ 1 മീറ്ററും ഇരുവശങ്ങളിലും 60 സെൻറ്റിമീറ്റർ വീതവും വിടണം എന്നാണ് ഇപ്പോഴത്തെ ചട്ടം. എന്നാൽ ഇത് കാരണം ഇത് വിടാൻ കഴിയാത്ത സാഹചര്യങ്ങളുള്ള അനവധി കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. വീട് വെക്കാൻ കഴിയാതെ അവർക്കൊരു ഇളവ് കൊടുക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് ആവശ്യപ്പെടാൻ. രണ്ടാമതൊന്ന്, ഗ്രാമീണരായിട്ടുള്ള വളരെ പാവങ്ങളായിട്ടുള്ള ആളുകൾ പരസഹായം കൊണ്ടാണ് വീട് വെക്കുന്നത്. ഈ വീട് വെക്കുമ്പോൾ നേരത്തെ 150 ചതുരശ്ര മീറ്റർ വരെയുള്ള വീടിന് 555 രൂപയാണ് അവർക്ക് കൊടുക്കേണ്ട ആകെ ചെലവുണ്ടായിരുന്നത് ഫീസ് ഇനത്തിൽ. എന്നാൽ ഇപ്പോൾ ഇത് ഫീസായി 1000 രൂപയും പെർമിറ്റ് ഫീസായി ചതുരശ്ര മീറ്ററിന് 50 രൂപ വീതം വെച്ച് 7500 രൂപയും വന്നിരിക്കുകയാണ്. ഇപ്പോൾ അവർ 8500 രൂപ ഈ 555 രൂപയ്ക്ക് പകരം 8500 രൂപ അടക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നു. മുനിസിപ്പാലിറ്റിയിലാണ് എങ്കിൽ 11500ഉം കോർപ്പറേഷനിലാണെങ്കിൽ 16,000 രൂപയുമായി മാറിയിരിക്കുകയാണ്. പാവങ്ങളായ ആളുകൾ കോർപ്പറേഷനിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും മാറുമ്പോൾ വരുമാനം കൂടുന്നില്ല, ജീവിത ചെലവ് കൂടുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുമുണ്ട്. അതേപോലെ തന്നെ 1000 ചതുരശ്ര മീറ്ററിലുള്ള വീടാണ് എങ്കിൽ, സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് എങ്കിൽ 30 വർഷത്തിനുള്ളിൽ റെഗുലൈസ് ചെയ്യാൻ 600 രൂപ മതിയായിരുന്നത് 15,600 രൂപയാക്കി ഉയർത്തിയിരിക്കുകയാണ്. പോരാത്തതിന് 10 ലക്ഷം രൂപ ചെലവായിട്ടുണ്ട് എങ്കിൽ 1% സെസ്സും തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് 1% അതും കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു 20,000 വേറെയും. ഇതെല്ലാം കൂടി ഉണ്ടായിട്ടുള്ള ഭാരം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിന് ഒരു ലഘൂകരിച്ച് ആശ്വാസം കൊടുക്കാവുന്ന ഒരു നടപടി ഉണ്ടാകണം എന്നാണ് എനിക്ക് സബ്മിഷനിലൂടെ. സർ, വിശദമായിട്ടുള്ള മറുപടി ടേബിൾ ചെയ്യാം. ഇത് സഭ നേരത്തെയും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ കെട്ടിട നിർമ്മാണ സെസ് സംസ്ഥാന സർക്കാർ പുതുതായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളതല്ല. 96-ൽ പാർലമെൻറ്റ് പാസ്സാക്കിയ 95-ൽ പാസ്സാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ആ നിയമത്തിൽ 2% വരെ സെസ് ഏർപ്പെടുത്താം എന്നതാണ്. മിനിമം 1% സെസ് ഏർപ്പെടുത്തണമെന്നും 2% വരെ ഏർപ്പെടുത്താമെന്നുമാണ്. കേരളം മിനിമം മാത്രമേ ഈടാക്കുന്നുള്ളൂ. നമുക്ക് അത് ഈടാക്കാതിരിക്കാനാവില്ല, കേന്ദ്ര നിയമമാണ്. ആ നിയമത്തിൽ മാറ്റം വരുത്തേണ്ടത് പാർലമെൻറ്റാണ്.